ജോമി മീനുവിനെ വിളിച്ചോണ്ട് ഒളിച്ചോടി മാറി. അയ്യോ പിന്നെ വിളിച്ചാളെ കൂട്ടോ നീ. ഇതൊക്കെ എപ്പോ? എടി ഇന്നലെ രാത്രി അവനും അവളും കൂടെ സല്ലപിച്ചുകൊണ്ടിരുന്നത് അവളെ വീട്ടുകാർ തൂക്കി. ഇവനാണെന്ന് അറിഞ്ഞപ്പോഴേ അവര് കലിപ്പുണ്ടാക്കി. ഒന്നാലും ഇവന്റെ കൂടെ വിടൂലെന്ന് അവര്, ചത്താലും ഇവന്റെ കൂടെ ചാവുള്ളൂന്ന് അവള്. അവസാനം അവരെ വീട്ടുകാർ അവളെടുത്ത് ഇനി ഇവിടെ ജോലിക്കും വരണ്ടെന്ന് പറഞ്ഞ് അവളെ മാമന്മാരെ വിളിച്ച് അവൾക്ക് വേറെ കല്യാണം ആലോചിക്കാനും പറഞ്ഞു. ഇതറിഞ്ഞ ഇവള് അവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോ അവളുടെ ഫോണ് തപ്പിയെടുത്ത് ഈ തെണ്ടിയെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ നേരെ പോയി അവളെ വിളിച്ചോണ്ട് ഒളിച്ചോടി പോയി. വെള്ളം തരൂ. എടാ അവരിപ്പോ എവിടെയുണ്ട്? അവളുടെ ആരോ സൈബർ സെല്ലിലുണ്ടെന്ന് പറഞ്ഞ് ഫോണും സ്വിച്ച് ഓഫ് ആക്കി എങ്ങോട്ടോ പോയി. ഇടയ്ക്ക് വിളിച്ചിട്ട് കോയമ്പത്തൂർ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു. എടാ ഇതിപ്പോ നമ്മൾ ആരോടും പറയാണ്ടിരുന്ന എങ്ങനാ? നിനക്ക് അറിഞ്ഞൂടെ? എനിക്കാണെങ്കിൽ രഹസ്യം സൂക്ഷിക്കാൻ അറിഞ്ഞൂടാന്നു. എടി ആ തെണ്ടി കാരണം ഞാൻ എന്തായാലും പെടും. അപ്പൊ എനിക്ക് എന്റെ തടി ഊരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചേ പറ്റും. അതുവരെ ഈ രഹസ്യം നീ ആരോടും പറയരുത്. എടാ ലാസറിനോടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ആ എന്നിട്ട് നീ എന്നതാ ഇവിടുന്ന് താഴെ എടുത്തിട്ട് കൊല്ല്. എടി അവ അപ്പൊ തന്നെ അപ്പന്മാരെ വിളിച്ച് പറയില്ലേ? നീ ഇപ്പൊ എന്തിനാ ഇത് എന്നോട് പറയാൻ പോയത്? ശരാ ആലോചിച്ചിട്ട് ഒരു ഗ്യാസ് കയറിയ ഫീലല്ലേ? അതെ അതെ എനിക്കും അങ്ങനെയായിരുന്നു. നിന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ആ ഗ്യാസ് പോയത്. പക്ഷെ ആ ലാസറിന് നല്ല സംശയം ഉണ്ടടാ. കാണും അവ ഇത് ചൂണ്ടി എടുക്കാനും നോക്കും. എടാ എന്തായാലും നമ്മളിത് പറയേണ്ട കാര്യമല്ലേ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ പറഞ്ഞൂടെ? എടി അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഇത് അറിയും. അറിയുന്നതിന് മുന്നേ എനിക്ക് എന്റെ തടി ഊരാൻ ഇതിൽ നിന്നൊരു ഐഡിയ ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അപ്പോ ഈ രഹസ്യം കൊണ്ട് നടന്നാൽ എനിക്ക് ഐഡിയ ആലോചിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ രഹസ്യം നിനക്ക് തന്നു, ഇനി നീ ഈ രഹസ്യം കൊണ്ട് നടക്കുമ്പോ ഞാൻ ഐഡിയ ആലോചിക്കും. പിന്നെ നിനക്കൊരു എക്സ്ട്രാ ടാസ്ക് ഉണ്ട്. മാക്സിമം നീ മീനിലൂടെ ലീവാണെന്ന് വരുത്തി തീർക്കണം. ഓക്കെ? ഇപ്പൊ നീ പോ, ഞാൻ ഒന്ന് ഐഡിയ ആലോചിക്കട്ടെ. രേഷ്മേ, അവള് വിളിച്ചില്ലേ? മാഡം ഞാനേ ഒരു സത്യം പറയട്ടെ? പറയ്. അത് പിന്നെ ഞാൻ പറയാൻ പോണ കാര്യേ. നിനക്ക് എന്തു വെച്ച് വയ്യേ? അത് പിന്നെ ഇത് പറയാതിരിക്കാൻ വയ്യ മാഡം. അതാ. എന്നാ പറ. അത് മാഡം മീനുവേ. മീൻ വിളിച്ചാ? എന്തിനടാ ഇക്കടന്ന് നിലവിളിക്കുന്നത്? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. അത് എനിക്കും അറിയണമല്ലോ. മീനു രേഷ്മയെ വിളിച്ചോന്ന് രേഷ്മ പറയുന്നത് പറ. മാഡം മീനു വിളിച്ചായിരുന്നു. മീനുവിന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്. അവളുടെ അമ്മമ്മ മരിച്ചുപോയി. അവ കോയമ്പത്തൂർ പോയി. എന്നാ ഇത് ഇവക്ക് നേരത്തെ ഇൻഫോം ചെയ്തൂടെ? അവളെ അമ്മമ്മ ചത്തതാണ്, അല്ല അവള് കൊന്നതല്ല നേരത്തെ ഇൻഫോം ചെയ്യാൻ. പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ ഒരുത്തൻ ഇവിടുന്ന് ക്ലയന്റിനെ പിടിക്കാൻ പോയായിരുന്നല്ലോ. എന്നിട്ട് അതെന്തായി? അവന് ക്ലയന്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഭയങ്കര തലവേദന. അപ്പൊ റൂമിൽ റെസ്റ്റ് എടുക്കാൻ പോയി. അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണല്ലോ. എടാ നിന്നെ ഈ കൊറിഡോർ പെട്ടതാണ്. നീ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോടാ. ഞാൻ ഈ വഴി വന്ന് വരക്കെ ഞാൻ നിർത്താം കേട്ടാ. അതെന്താ? അത് അവൻ ഒരു ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ സ്ക്രീൻ ടൈം കൂടുതലാണ്, കുറച്ച് സമയം ഫോൺ ഓഫ് ചെയ്യാൻ. അവൻ ഓഫ് ചെയ്തു. ഏത് ഡോക്ടർ? എടാ പോയി കോഫി ഉണ്ടോടാ, ലൈറ്റ് വിത്തൗട്ട്. അതൊരു ചൂടാവണ പറഞ്ഞാ പോരെ. എന്തൊക്കെ അറിയണോ അവന്? ഡോക്ടറെ കാണിച്ച് ഡോക്ടറിന്റെ അടുത്ത് നേഴ്സായി പ്ലാഡി സെർവന്റ്. ആ മീനു വിളിക്കുമ്പോഴേ എന്നെ വിളിച്ച് ലീവ് റിപ്പോർട്ട് ചെയ്യാൻ പറയണം. ശരി മാഡം, ഞാൻ ഇനി വിളിക്കാൻ പറയാം. ശരി. പിന്നെ നിന്റെ പുറകെ ഉണ്ട് ഞാൻ. നീ അവരുടെ എല്ലാം വിളമ്പാൻ പോയില്ലടി. അയ്യോ എന്റെ വയറ് പൊട്ടേ. മേഡം, ജോമി എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നിട്ട് മേഡത്തിന് തോന്നുന്നുണ്ടോ? നിനക്കെന്താ അങ്ങനെ തോന്നാൻ? അല്ല, ഇന്ന് ഈ നിമിഷം വരെ അവന്മാർ രണ്ടുപേരും ഇവിടെ ഉള്ള ആരെങ്കിലും വിളിക്കുന്നതായിട്ട് മേഡം കണ്ടോ? ഇല്ല. ഇല്ല. അങ്ങോട്ട് വിളിച്ചാലാണെങ്കിൽ സ്വിച്ച് ഓഫ്. അതെ മേഡം, ഇവന്മാരുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതായിട്ട് മേഡത്തിന് തോന്നുന്നുണ്ടോ? ഒരു 5 രൂപ കൈ കിട്ടിയ 5 രൂപയും കൂടെ കടവും മേടിച്ച് 10 രൂപ ചെലവാക്കുന്നവന്മാരാ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടോമിയുടെ തിരോധാനം അതുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിനാണെന്നാ.
ജോമിയുടെ കഥ. പച്ചക്കള്ളം. എക്സാക്ട്ലി. നീ ഇതിപ്പോ എന്തീ പറഞ്ഞു വരുന്നേ? മേഡം, ശക്തമായ തെളിവുകൾ ഉണ്ടാക്കണം. അത് ഞാൻ എങ്ങനെയും ഒപ്പിക്കും. സത്യം എത്ര നാൾ മറച്ചു വെച്ചാലും ഒരു ദിവസം അത് മറം നീക്കി പുറത്തു വരും. ഇല്ലെങ്കിൽ ലാസർ പുറത്ത് കൊണ്ടുവരും. ഞാൻ പറയട്ടെ? ഇവൾക്ക് എന്താ ഇത്ര പരവേശം? ഇനി ഞാനത് പറയാതിരുന്ന ഉറപ്പായിട്ട് ഞാൻ ചത്തു. ഞാൻ പറയും. ആരോട് എന്ത് പറയുന്നു? സംതിങ് ഫിഷി. ടോമി മീൻ ഒളിച്ചോടി. ഈ ഓഫീസിലെ ടോമി മീൻ ഒളിച്ചോടി. എടാ, നീ ഇതാരോടും പറയരുത്. ജോബി അറിഞ്ഞ എന്നെ കൊന്നുകളയും. ഒന്നുമില്ലെങ്കിൽ അവരല്ലേ നമുക്ക് സാലറി ഇരുന്നേ. അവർ ഈ ഓഫീസിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയാല്ല. പ്ലീസ് രേഷ്മേ, നീ ചാവേർ നേടണ്ട. സ്വന്തം നെഞ്ചിൽ ബോംബ് വെച്ച് പൊട്ടിച്ച് കൂടെ ഉള്ളവരെ കൊല്ലുന്നതാണ് ഈ ചാവേർ എന്ന് പറഞ്ഞത്. നാളെ ഈ കാര്യം എല്ലാവരും അറിയും. ജോമി എന്തായാലും നിന്നെ കൈയൊഴിയും. നീ ഇതെല്ലാം അറിഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല എന്ന് കണ്ടാ നാളെ നിന്റെ ജോലി പോകും. ചിലപ്പോ ഉമ്മാരുടെ അപ്പന്മാരും ആ തള്ളയും കൂടി നിന്നെ തല്ലിക്കൊണ്ട് കാട്ടിക്കൊണ്ട് കുഴിച്ചു വിടും. അത് വേണോ? അതൊരെല്ലാരും അറിയിക്കണോ? നീ ഒരു കാര്യം ചെയ്യും, എല്ലാരും പോയി ഇറക്കി. ഞാൻ പോണം. എങ്ങോട്ടെങ്കിലും. നീ അവരോട് പറഞ്ഞേക്ക് ഞാൻ റിസൈൻ ചെയ്തെന്ന്. എനിക്ക് എന്റെ ഉയരങ്ങളെ വയ്യ.